പഠിക്കുന്നു. ഒന്ന് വന്നൊന്ന് നോക്ക്, നിനക്കറിയാമോ ഇല്ലയോ എന്ന്. ഒന്നിങ്ങ് വാ, ടീച്ചർ അടിക്കില്ല. മക്കളെ, നമുക്ക് അടുത്ത ക്ലാസ്സിലെ കളേഴ്സിനെ കുറിച്ചിട്ടും പക്ഷികളെ കുറിച്ചിട്ട് അതുപോലെ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചും പഠിക്കണം. നമുക്ക് ഗെയിം കളിച്ചോണ്ട് പഠിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇന്ന് നമ്മൾ പഠിച്ചത്? അതുപോലെ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് പഠിക്കണം. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എനിക്ക് അതിന് നീ ആ ടേബിളിന്മേലുള്ളതിനെ ശരിക്കൊന്ന് നോക്ക്. നീ എപ്പോഴും മൊബൈലിലൊക്കെ കാണുന്ന കാര്യങ്ങൾ തന്നെയാ. ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്ക് ദേവാ. ഇത് തന്നെയല്ലേ മിസ് ഇത്ര നേരമായിട്ടും പറഞ്ഞ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ദേവിക്ക് മനസ്സിലാകുമെന്നേ. എന്നിട്ട് അത് ശ്രദ്ധിക്കാതെ കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം. മിസ്സിന് അവളോട് വല്ലാത്ത സ്നേഹമാ. എന്റത് ശരിയായേ. അങ്ങനെ നമ്മുടെ ദേവ 2 പ്രൊഡക്ട്സിന്റെ പേരും പറഞ്ഞ് വിജയിയായിരിക്കുന്നു. താങ്ക് യു ദേവ, താങ്ക് യു. ഇതുകൊണ്ടൊക്കെയാണ് ടീച്ചർ പറയുന്നേ, ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും അറിയുമോ എന്ന് നോക്കുന്നത്. അതുകൊണ്ട് ആരും അറിയില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കരുത്. അറിയുന്നത് പറയുക. ടീച്ചർ അറിയില്ലെങ്കിൽ ടീച്ചർ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരില്ലേ? പിന്നെ എന്തിനാ പേടിയും ടെൻഷനും ഒക്കെ? ഇപ്പോൾ ദേവക്കുട്ടി തന്നെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊക്കെ അവൾക്ക് അറിയുമായിരുന്നെന്ന് നമുക്ക് അറിയുമായിരുന്നോ? അതാണ് പറഞ്ഞേ, എല്ലാവരും സ്മാർട്ടായിരിക്കുക, അടിപൊളിയായിരിക്കുക.